ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ആക്ച്വലി ഇത് വർക്കിംഗ് ഡേയിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ മൈ സെൽഫ് ഗായത്രി ആൻഡ് യു വാച്ചിങ് ഗായു ഹിയർ. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ആക്ച്വലി തലേന്ന് വർക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് രാവിലെ നേരത്തെ എണീച്ച സമയത്ത് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും കൂടെ അതേ കിണറിന് ചുറ്റുമുള്ള ഈ വേസ്റ്റൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പറിച്ചെടുക്കണം കേട്ടോ. മഴയൊക്കെ പെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കൂടെയൊക്കെ ചെടികൾ മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ തോട്ടിയൊക്കെ ഇട്ട് ഒരു വിധമൊക്കെ അത് പറിച്ചു. ഞാൻ എണീച്ചപ്പോഴേക്കും തന്നെ ചേച്ചിയുടെ മോളെ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവളെ കളിപ്പിച്ചുകൊണ്ട് നിന്നു. നിങ്ങൾക്ക് ഈ ക്യൂട്ട് അഗ്രഷൻ എന്താണെന്നറിയോ? അതായത് നമുക്കിങ്ങനെ ബേബീസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ക്യൂട്ടായിട്ടുള്ള പൂച്ചക്കുട്ടി, നായ്ക്കുട്ടി അതിനൊക്കെ കാണുമ്പോൾ അതിനിങ്ങനെ പിടിച്ച് പീച്ചാൻ തോന്നുക, കടിക്കാൻ തോന്നുക, അങ്ങനെയൊക്കെ തോന്നില്ലേ? അതാണ് ക്യൂട്ട് അഗ്രഷൻ. അത് ഞാനിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളെ കാണുമ്പോൾ എനിക്കത് തോന്നാറുണ്ട്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നല്ല ഭംഗിയുള്ളൊരു സംഭവമുണ്ട്. അതാണ് ദേ ഈ മൊസാണ്ട എന്ന് പറയുന്നത് കേട്ടോ. രാവിലെ എണീച്ച് വന്നിട്ട്, അതായത് എനിക്ക് ആക്ച്വലി ഈ രാവിലത്തെ കാഴ്ചകളൊക്കെ വളരെ അപൂർവമാണ്. എന്നിരുന്നാൽ കൂടെ രാവിലെ എണീച്ച് വന്ന് ഇതിലൊക്കെ നോക്കി ആ വലിയുള്ള മഴത്തുള്ളിയും അതൊക്കെ കാണുമ്പോൾ തന്നെ അതൊരു പ്രത്യേക വൈബാണ്. അങ്ങനെ വൈബൊക്കെ അടിച്ച് കുറേ നേരം ചുറ്റി നടന്നതിന് ശേഷം നമ്മുടെ ചായ കുടിക്കാൻ വേണ്ടി വന്നു. അതിൻ്റെ കഴിഞ്ഞൊരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേ ഇവിടെ ഞാൻ എൻ്റെ ഗപ്പിക്കുട്ടന്മാരെയൊക്കെ ഇട്ടിട്ട് ഒരു ചെടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുക്കളുടെ ജനലിന്മേലെന്ന്. അതൊക്കെ കുറച്ച് നേരം നോക്കി അങ്ങനെ അത് കഴിഞ്ഞ് ചായ എടുത്ത് ഞാൻ നേരെ സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. എൻ്റെ വീട്ടിലും എനിക്കൊരു സ്ഥിരം സ്പോട്ടുണ്ട്. അതായത് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ചാരി ഇരിക്കുന്ന ഒരു സ്ഥലം. അവിടെ ഇരുന്ന് ഇങ്ങനെ റോട്ടത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കും. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ ഒരു സ്ഥലമുണ്ട്. ആൻഡ് അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുക, കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഹോബി. അതിനിടയ്ക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എൻ്റെ FB പേജ് മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ടായിരുന്നു. അതൊക്കെ ലാപ്ടോപ്പ് എടുത്ത് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ ഇവിടെ അപ്പൂച്ചിന് ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇവൾക്ക് വേറെ എവിടെയും വാശിയില്ല, പക്ഷേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൾ കുറച്ച് വാശി കാണിക്കും. അങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഒരു 10 ആയപ്പോൾ ഞങ്ങളുടെ വയറിൽ നിന്ന് ഒരു വിളി വരാൻ തുടങ്ങി, മോളെ എന്തെങ്കിലും ഭക്ഷണം തായോ. അപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അയ്യോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്നുള്ളൊരു ബോധം വരുന്നത്. ആൻഡ് ഞാനും ചേച്ചിയുടെ മോളും കൂടെ നേരെ കയറിയിട്ട് നല്ല സേമിയ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ആൻഡ് സേമിയ ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളത് കഴിക്കാനിരുന്നു. ആക്ച്വലി ഇത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് വേറൊരു പരിപാടി ഉണ്ട്, ആ പരിപാടിക്ക് പോകണം. ഉപ്മാവ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ആക്ച്വലി ഈ സേമിയ ഉപ്മാവ് ഉണ്ടല്ലോ എനിക്ക് വേറെ ആരും ഉണ്ടാക്കിയാലും ഇഷ്ടപ്പെടാറില്ല. ഈവൻ എൻ്റെ അച്ഛനോ അമ്മയോ ഒന്നും ഉണ്ടാക്കി എനിക്ക് ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന സേമിയ ഉപ്മാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, മേലൊക്കെ കഴുകി ഞങ്ങൾ സെറ്റായി. ആക്ച്വലി അഞ്ജുവിന് കനത്ത മഴ കാരണം ലീവ് കൊടുത്തേക്കായിരുന്നു. ആൻഡ് എപ്പോഴും അങ്ങനെ ആണല്ലോ, അങ്ങനെ ലീവ് കൊടുത്ത ദിവസം മഴ എന്ന് പറയുന്ന സംഭവമേ ഉണ്ടാവാറില്ല. ആക്ച്വലി കുറച്ച് വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു കൊടയും കൈ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ച് അധികം ദൂരം ഞങ്ങൾ നടക്കാനുണ്ട്. ആക്ച്വലി ഇന്ന് അഞ്ജുവിന് ലീവാണല്ലോ, എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഊണ് കഴിച്ച് കിടന്നുറങ്ങാം എന്നുള്ളൊരു ഐഡിയ ഞങ്ങൾക്ക് വന്നു. ആൻഡ് അത് ഞങ്ങൾ തന്നെ നേരിട്ട് നടന്നു പോയി വാങ്ങാമെന്നുള്ള അടുത്തൊരു ഐഡിയ ഞങ്ങളുടെ രണ്ടുപേരുടെയും തലയിൽ ഉദിച്ചതാണ് കേട്ടോ. ഐ മീൻ എൻ്റെയും ചേച്ചിയുടെയും തലയിൽ ഉദിച്ചതാണ്. ആൻഡ് ആ ഒരു സാഹസത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ 3 പേരും കൂടെ ദേ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യു നോ ഗൈസ്, ഈ അഞ്ജുവിന് ഏതൊക്കെയോ വഴി അറിയാമെന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയോ റബ്ബർ തോട്ടത്തിൽ കൂടെ അവളെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ കറക്റ്റ് സ്ഥലത്തോട്ട് ഞങ്ങൾ എത്തിയിട്ടാ. റോഡിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ദൂരം പോകേണ്ടി വരുമായിരുന്നു. ആൻഡ് ഞങ്ങൾ ഇന്ന് ചിക്കൻ വാങ്ങാൻ വേണ്ടി മാത്രമല്ല ജംഗ്ഷനിലോട്ട് പോകുന്നത്, അഞ്ജുവിന് ഒരു ചെരുപ്പ് വാങ്ങണം എന്നുള്ളൊരിതുണ്ടായിരുന്നു. സോ പിന്നെ അവൾക്ക് ചെരുപ്പൊക്കെ വാങ്ങി. പിന്നെ അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും ചേച്ചിയും കൂടെ നേരെ ചിക്കൻ വാങ്ങാൻ പോയി. ഞങ്ങൾ ഇവിടെ ഒരു കടയിൽ കയറിയിട്ട് നല്ല ഐസ്ക്രീമും പിന്നെ നല്ല തണ്ണിമത്തനൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിലെത്തിയപ്പം ദേ ദീപാവലി കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസമായിരുന്നു. അപ്പോൾ ദേ ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ തന്നു വെച്ചിട്ടുണ്ട് കേട്ടോ നൈബേഴ്സ്. തണ്ണിമത്തനും ചിക്കനും അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടെ താങ്ങി പിടിച്ച് നടന്നു വന്ന ക്ഷീണം ഈ ഒരൊറ്റ ബോക്സ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങ് മാറിക്കിട്ടി. പിന്നെ ഇത് തുറക്കാനിട്ട് ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. ആൻഡ് ദേ ഇത്രയും സ്വീറ്റ്സ് ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ വാങ്ങി നേരെ വന്ന് അതൊക്കെ കുക്ക് ചെയ്ത് അത് കൂട്ടി ചോറുണ്ണാം എന്നിട്ട് കിടന്നുറങ്ങാമെന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു. ആൻഡ് ഇതൊക്കെ കൂടെ കഴിച്ചപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ ഞങ്ങൾക്ക് ചിക്കൻ ഉണ്ടാക്കാനുള്ള ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, അത് ഞങ്ങളങ്ങ് ഡ്രോപ്പ് ചെയ്തു. ആൻഡ് ആ ചിക്കൻ നേരെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് ഇരുന്ന സ്വീറ്റ്സിൻ്റെ പകുതിയും തിന്ന് തീർത്തു. ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബൂസ്റ്റ് ബർഫി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇത് ചേച്ചിയുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെ എന്തൊക്കെയോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു സ്വീറ്റ് കഴിച്ചു, അത് കഴിഞ്ഞ് വേറെ എന്തോ കഴിച്ചു. അങ്ങനെ മൊത്തത്തിൽ അതിനകത്തുള്ള പകുതിയും കഴിച്ചു. ലാസ്റ്റ് അച്ഛൻ വന്നിട്ട് മതി ഇനി എടുത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എടുത്ത് വെച്ചത്. ആൻഡ് പാവം അമ്മ അവിടെ കുറച്ച് പുളിവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ചിക്കനൊക്കെ ആയിട്ട് എപ്പോൾ കഴിക്കാനാണ് എന്നുള്ളൊരു ബോധം അമ്മയ്ക്കുള്ളതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഞങ്ങൾ അതും കൂട്ടി ചോറുണ്ടു. അങ്ങനെ നേരെ ഞാൻ കയറി കിടന്നുറങ്ങി എണീച്ചപ്പോഴത്തേക്കും ചേച്ചി ഇവിടെ ചിക്കനിൽ മസാലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് ചിക്കൻ്റെ പ്രിപ്പറേഷൻ ഞാനാണ്. ആൻഡ് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ഇവിടെ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിവിടെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ചിക്കൻ ചുക്കയാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഞാനും എക്സ്പെക്ട് ചെയ്തതിനേക്കാളും അടിപൊളിയായിട്ട് വന്നു കേട്ടോ. ഞാൻ ആക്ച്വലി അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പറ്റുവാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കിയും തിന്നും കുടിച്ചിരുന്നാൽ മതിയോ ഗായത്രി? പണിക്ക് കയറണ്ടേ, നമുക്ക് ചിലവിലുള്ള കാശുണ്ടാക്കണ്ടേ? ആക്ച്വലി ഇന്ന് എനിക്ക് ജോലിയുള്ള ദിവസമാണ് കേട്ടോ. അങ്ങനെ ഞാനിതേ ഇവിടെ ചിക്കനൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ആൻഡ് ഇതേ ഇവിടെ അഞ്ജുവും ടേസ്റ്റ് ചെയ്ത് നോക്കി. അവൾക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ.
ആൻഡ് അതിനിടയ്ക്ക് ടേസ്റ്റ് ചെയ്യാതെ തന്നെ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ നാത്തൂനെയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ ചേച്ചി ഇവിടെ നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ജോലിക്ക് കയറേണ്ട സമയമായി. പിന്നെ നമ്മൾ വീഡിയോ എടുക്കലും കുക്കിങ്ങൊക്കെ അവസാനിപ്പിച്ച് നേരെ നമ്മുടെ വർക്കിന് കയറി. ജോലിക്ക് കയറിയില്ലെങ്കിൽ അടുത്ത ആഴ്ച ഈ കുന്തളിപ്പ് കാണിക്കാനുള്ള ശമ്പളം എൻ്റെ അക്കൗണ്ടിലോട്ട് കയറില്ലല്ലോ. അങ്ങനെ ഒരു 8-8 ആയപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ നേരെ നമ്മുടെ ചിക്കനും ബിരിയാണിയൊക്കെ എടുത്തു. ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. പൊതുവേ നമുക്ക് ഈ ചിക്കനൊക്കെ ഉള്ള ദിവസം വിശപ്പ് കുറച്ച് കൂടുമല്ലോ, ആ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. ആൻഡ് അതിനിടയ്ക്ക് ചേച്ചി എന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്, ജീവനോടെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വ്ളോഗിൽ കാണാം എന്നൊക്കെ പറഞ്ഞ് ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഉണ്ടാക്കിയ ചിക്കനാണല്ലോ. ചേച്ചി അങ്ങനെയൊക്കെ പറയുമെങ്കിലും സംഭവം അടിപൊളിയാണ് കേട്ടോ. ആക്ച്വലി എല്ലാവർക്കും ഇഷ്ടമായി. ആൻഡ് ബിരിയാണി ഉണ്ടാക്കിയത് ചേച്ചി ആയതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചീനെയും കളിയാക്കുന്നുണ്ട്, ബിരിയാണി കൊള്ളില്ലെങ്കിലും ചിക്കൻ കറി കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ബട്ട് സീരിയസ്ലി ചിക്കൻ കറി ആണെന്നുണ്ടെങ്കിലും ബിരിയാണി ആണെന്നുണ്ടെങ്കിലും അടിപൊളിയായിരുന്നു. എല്ലാവരും നന്നായിട്ടുണ്ട്, ഇനി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു. ഓഹ് എനിക്ക് വയ്യ, ഞാനൊരു സംഭവം തന്നെ. എനിക്കിങ്ങനെ എന്നെ തന്നെ പൊക്കി പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല, എന്താ ചെയ്യുക. പള്ള നിറച്ച് ചിക്കനും ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉറങ്ങണം എന്നൊക്കെ തോന്നുമെങ്കിലും ഉറങ്ങിയാൽ പറ്റൂലല്ലോ, പണിക്കിരിക്കണമല്ലോ. അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ വർക്കിനങ്ങ് കയറി ഹെഡ്സെറ്റ് വെച്ച് പാട്ടും കേട്ട് എൻ്റെ ഉറക്കൊക്കെ അങ്ങ് കളഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം 4 മണി വരെ ഈ ഒരൊറ്റ ഇരിപ്പാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ടിൽ ദെൻ ബൈ.